ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം, അതൊരാൾ മറ്റൊരാളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയാണ്. വിവാഹമോചിതയായ ശേഷം ഭാവനയ്ക്ക് അത് തിരിച്ചറിയുന്നു. ഒരിടത്ത് അവരുടെ മനസ്സ് വായിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: എനിക്ക് കരച്ചിൽ വന്നു. ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാളുടെ സ്വാധീനത്തിൽ എനിക്ക് അപാരമായ പൂർണ്ണത അനുഭവപ്പെട്ടു. പണ്ട് പ്രണയത്തിൻ്റെ പിടിയിൽപ്പെട്ട് ജീവിതത്തിൽ പ്രിയമായതെല്ലാം മാറ്റിവെച്ച ഭാവന പിന്നീട് അതെല്ലാം സ്വന്തമാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇത്ര കുറഞ്ഞ പേജുകളിൽ ഇത്രമാത്രം ആഘാതമേൽപ്പിക്കുന്ന നോവലുകൾ മലയാളത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വായിച്ചു തീർക്കാം. എന്നാൽ ഖബർ ഒരു നോവൽ എന്നതിനപ്പുറം മാംസത്തിലും അസ്ഥിയിൽ പോലും സ്പർശിക്കാൻ കഴിവുള്ള ജീവിതമാണ് പറയുന്നത്. അത്ര വേഗം ഒഴിഞ്ഞു പോകാത്ത ബാധ, അല്ലെങ്കിൽ തന്നെ സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഖബറുമായി മുഖാമുഖം നിൽക്കുക എന്ന നിയോഗത്തിൽ നിന്നും ആർക്കാണ് വേഗം രക്ഷപ്പെടാനാവുക? മീരയുടെ നോവൽ അതിന്